മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കടുത്ത അതൃപ്തിയുമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയ രമേശ് ചെന്നിത്തല നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. സീനിയോറിറ്റി ഉൾപ്പെടെ പരിഗണിച്ചില്ലെന്ന അച്ചടക്കം പാലിച്ചിട്ടും അവഗണിച്ചെന്നും ചെന്നിത്തല ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു. അതേസമയം സതീശനെ പിന്തുണച്ച് നിയമസഭാ കക്ഷി യോഗത്തിന് മുൻപ് KPCC അധ്യക്ഷന് രമേശ് ചെന്നിത്തല കത്ത് നൽകി. അവസാന നിമിഷം വരെ പ്രതീക്ഷയിലായിരുന്നു രമേശ് ചെന്നിത്തല ക്യാമ്പ്. തിരുവനന്തപുരം വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ രാവിലെ മുതൽ പ്രവർത്തകരും ചെന്നിത്തല അനുകൂല നേതാക്കളും എത്തിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് രാഹുൽ ഗാന്ധി രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച് ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചു. ഇതോടെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്നും ഹരിപ്പാടേക്ക് മടങ്ങി. അദ്ദേഹം പുറത്തേക്ക് പോയത് സത്യമാണ്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനമല്ലേ തീരുമാനിച്ചുള്ളൂ എന്നായിരുന്നു ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രതികരണം. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല കത്തു നൽകി. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണിച്ചെന്നുമാണ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിൽ രമേശ് ചെന്നിത്തല ഉറച്ചുനിന്നാൽ അത് കോൺഗ്രസിനുള്ളിൽ പുതിയ പ്രതിസന്ധിക്ക് വഴിവെക്കും. അതിനാൽ തന്നെ പരമാവധി വേഗത്തിൽ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് AICC നേതൃത്വം. We all will speak to him. He is not here. Only 62 MLAs are here in Trivandrum for the meeting. Yes, I came to know that. So we will definitely speak to him. And I think all will stand together. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.